ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി ധർമ്മേന്ദ്രകുമാർ പിടിയിൽ. നൈനിറ്റാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്ന നഴ്സാണ് കൊല്ലപ്പെട്ടത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ധർമ്മേന്ദ്രകുമാർ പിടിയിലാകുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഉത്തരാഖണ്ഡ് പോലീസ് ശക്തമാക്കിയിരുന്നെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഏതാണ്ട് ഓഗസ്റ്റ് 14-ന് ഈ സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ തിരച്ചിൽ, അതിനിടയിലാണ് ഈ ബലാത്സംഗത്തിന് വിധേയയായി ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട നഴ്സിന്റെ മൊബൈൽ ഓൺ ചെയ്തതായിട്ടുള്ള സൂചന ഉത്തരാഖണ്ഡ് പോലീസിന് രാജസ്ഥാൻ പോലീസ് നൽകുന്നത്. തുടർന്ന് ഈ രാജസ്ഥാനിൽ തന്നെയാണ് ഈ പ്രതി ഉള്ളത് എന്ന് മനസ്സിലാക്കി സംയുക്തമായിട്ട് നടത്തിയ നീക്കങ്ങൾക്ക് ഒടുവിൽ ഉത്തരാഖണ്ഡ് പോലീസാണ് ഇയാളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഈ കൊൽക്കത്തയ്ക്ക് സമാനമായിട്ട് ഉണ്ടാകുന്നുണ്ട്. നൈനിറ്റാളിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ നഴ്സായിട്ടുള്ള യുവതി ജോലി ചെയ്തിരുന്നത്. അവർക്ക് ജോലി സമയം കഴിഞ്ഞ് മടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് വിധേയായി എന്ന് മാത്രമല്ല, അവരുടെ ആഭരണങ്ങൾ അടക്കം കവരുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ ക്രൂരത എത്തിയത്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന ഈ വിധത്തിലുള്ള അഥവാ അവരുടെ ജീവന് സംരക്ഷണം നൽകാനായിട്ട് ഉള്ള ഉപാധികൾ നിയമാനുസൃതം ഈ സമയത്ത് 12 മണി സമയത്തൊക്കെ ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് ലഭ്യമാകാത്തത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിലെ പലരും പരാതിപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ഉത്തരാഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുന്നത്. വേണു. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.